വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് വിശുദ്ധ അൽഫോൻസാമ. നമുക്ക് അൽഫോൻസാമയുടെ ജീവചരിത്രം ഒന്ന് നോക്കിയാലോ. നമ്മുടെ കേരളത്തിൽ കോട്ടയത്തിനടുത്തുള്ള കുടമാളൂർ ഇടവകയിൽ മുട്ടത്തുപാടത്ത് കുടുംബത്തിൽ ജോസഫിന്റെയും മേരിയുടെയും നാലാമത്തെ മകളായി 1910 ഓഗസ്റ്റ് 19 അന്നക്കുട്ടി എന്ന അൽഫോൻസാമ ജനിച്ചത്. അമ്മയുടെ അകാല മരണത്തെ തുടർന്ന് കേവലം 3 മാസം പ്രായമുള്ള അന്നക്കുട്ടി മാതൃ സഹോദരി മുട്ടുചിറ മുരിക്കൽ അന്നമ്മയുടെ സംരക്ഷണത്തിനായി. ഏകദേശം 3 വയസ്സുള്ളപ്പോൾ രോഗം പിടിപെട്ട് ചികിത്സയ്ക്ക് വേണ്ടി അന്നക്കുട്ടിയുടെ കുടമാളൂരിലെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോയി. വൈദ്യനായ സ്വന്തം പിതാവിന്റെ ചികിത്സയിൽ അവൾ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. 1916 മെയ് 16 അന്നക്കുട്ടി കുടമാളിനടുത്തുള്ള ആർപ്പൂക്കര തൊണ്ണൻകുഴി ഗവൺമെന്റ് സ്കൂളിൽ ചേർന്നു. 3ാം ക്ലാസ് കഴിഞ്ഞ് തുടർന്നുള്ള പഠനത്തിനായി അന്നക്കുട്ടിയെ വീണ്ടും മാതൃ സഹോദരി അന്നമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഗവൺമെന്റ് സ്കൂളിൽ 7ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം നടത്തി. അക്കാലത്ത് മാതൃ സഹോദരിയിൽ നിന്ന് അന്നക്കുട്ടിക്ക് ലഭിച്ച ശിക്ഷണം അനുസരണത്തിന്റെയും സ്നേഹത്തിന്റെയും വിവേകത്തിന്റെയും വിത്തുകൾ അവളിൽ പാകി. സുന്ദരിയും സുശീലയും ഭക്തയും വിവേകമതിയുമായി വളർന്നു വന്ന ആ പെൺകുട്ടി സഹപാഠികൾക്കും അയൽക്കാർക്കും അധ്യാപകർക്കും കണ്ണിലുണ്ണിയായി മാറി. സന്യാസിനിയാകണമെന്നുള്ള ആഗ്രഹം ചെറുപ്പം മുതൽ അവളിൽ ദൃഢമായിരുന്നു. എന്നാൽ സുന്ദരിയായ അന്നക്കുട്ടിയെ ഒരു നല്ല കുടുംബത്തിൽ വിവാഹം ചെയ്തയക്കാനാണ് പേരമ്മ ആഗ്രഹിച്ചത്. ഒരു വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. മനസമ്മതത്തിന് പോകേണ്ട ദിവസമായി. വിവാഹത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വീടിന്റെ പിൻഭാഗത്തുള്ള ചാരക്കുഴിയിലെ കനലിൽ കാലൽപ്പം പൊള്ളിക്കുവാൻ അന്നക്കുട്ടി തീരുമാനിച്ചു. പക്ഷേ ഈ ശ്രമത്തിൽ അവൾ തീയിലേക്ക് വഴുതി വീണ് 2 കാലം പൊള്ളുന്നതിനിടയായി. അതോടെ വിവാഹം മുടങ്ങി. സന്യാസിനിയാകാൻ അങ്ങനെ അവൾക്ക് അനുമതി കിട്ടി. 1927 പന്തക്കുസ്ത നാളിൽ അന്നക്കുട്ടി ഭരണങ്ങാനത്തുള്ള ഫ്രാൻസിസ്കൻ ക്ലാര സഭയിൽ ചേർന്നു. 1928 അവൾ ശിരോവസ്ത്രം സ്വീകരിച്ച് അൽഫോൻസയായി മാറി. 1936 ആഗസ്റ്റ് 12 സിസ്റ്റർ അൽഫോൻസയായി മാറി. കന്യാലയത്തിൽ പ്രവേശിച്ചതു മുതൽ മരണം വരെ സിസ്റ്റർ അൽഫോൻസ രോഗിണിയായിരുന്നു. കഠോരമായ രോഗങ്ങളാലും മാനസിക വേദനയാലും അവൾ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടിരുന്നു. ഈശോയോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ തന്റെയും മറ്റുള്ളവരുടെയും വിശുദ്ധീകരണത്തിനായി തന്റെ എല്ലാ സഹനങ്ങളും കാഴ്ചവെച്ചു. ഒരിക്കലും ഒന്നിനും പരാതിപ്പെട്ടിരുന്നില്ല. അൽഫോൻസാമയുടെ സഹന ജീവിതത്തെ സ്നേഹബലി എന്ന ഒറ്റവാക്കിൽ സംഗ്രഹിക്കാം. 1946 ജൂലൈ 28 അൽഫോൻസാമ മരണമടഞ്ഞു. 1953 ദൈവദാസി എന്നും 1984 ധന്യ എന്നും 1986 വാഴ്ത്തപ്പെട്ടവളെന്നും അൽഫോൻസാമയെ വാഴ്ത്തി. അവസാനം 2008 അൽഫോൻസാമയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു.